ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ പണിക്കർ, വെള്ളിയാഴ്ച ചേർത്തലയിൽ താലൂക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്കുള്ള സ്വീകരണ ചടങ്ങിൽ, അത് കുമാരനാശാനേക്കാളും കൂടുതൽ കാലം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, 4 മന്ത്രിമാരും പങ്കെടുക്കുന്നു. മുൻപ് തീരുമാനിച്ച ഒന്നാണ്. അതിനിടയിലാണ് ഈ മലപ്പുറം പരാമർശം വന്നത്. ആ സമയത്ത് CPM എന്തായാലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞേ പറ്റുകയുള്ളൂ. അങ്ങനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ശക്തി എത്രത്തോളമാണെന്നതിൽ സംശയമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളിയാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. സ്വാഭാവികമാണല്ലോ ഇത്. പങ്കെടുക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുമോ? താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ മുഖ്യമന്ത്രി വിട്ടുനിൽക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു? ഒപ്പം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് വെള്ളാപ്പള്ളിയെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നു. ഇത് രണ്ടും സാധ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിന് തയ്യാറാകുമോ CPM? ലേശം പൊളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ CPM-നെ സംബന്ധിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നിലവിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാനായിട്ട് ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കൂടുതൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുണ്ടായിരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം CPM-ന്റെ ആഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തലിനെ പറ്റി നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞത് തന്നെ ഈ ഇടതുപക്ഷത്ത് നിന്ന് വളരെ കൂടുതലായിട്ട് ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു ചോർച്ച, പരമ്പരാഗതമായിട്ട് തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിലത്തേക്ക് CPM കണ്ടിരുന്ന ഒരു സമുദായത്തിന്റെ വോട്ട് ബേസിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതലായിട്ട് പോകുന്നത് BJP-യിലേക്കാണ് എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഭാഗത്തിനെ പിണക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ പലപ്പോഴും ഇവരുടേതായിട്ടുള്ള പ്രകടമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സുപ്രധാന നേതാക്കന്മാരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ MA ബേബിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ നവോത്ഥാന സമിതിയിൽ അദ്ദേഹം തുടരുമോ എന്ന ചോദ്യത്തിന് തുടരില്ല എന്ന രീതിയിലത്തേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന രീതിയിലത്തേക്കോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ എതിർക്കുന്ന ശ്രീ MA ബേബിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രസംഗങ്ങളോ വിദ്വേഷ പ്രസ്താവനകളോ വരുന്നത് ആദ്യമായിട്ടല്ല. ഏറ്റവും അടുത്ത് നമ്മൾ ശ്രീ PC ജോർജുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേസുകൾ കണ്ടതാണ്. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, 30-35 വർഷമായിട്ട് MLA ആയിട്ട് ഉള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ പല നടപടികളും സാധ്യമായിരുന്നിട്ടും അതൊന്നും അല്ല സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഇതെല്ലാം തന്നെ ഇവിടെയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി പരാതികൾ പോലീസിന് കിട്ടിയിരുന്നു. യൂത്ത് ലീഗും കൊടുത്തിരുന്നതാണ്, ഷാക്കിറിന്റെ സംഘടനയും കൊടുത്തതാണ് പരാതി. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കേസെടുക്കുന്നില്ല. കാരണം മലപ്പുറം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ശ്രീ PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രസ്താവനകളെ എങ്ങനെയാണ് സമീപിച്ചത്, അതിലെങ്ങനെയാണ് കേസെടുത്തത്, എങ്ങനെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്, ഏതൊക്കെ സാഹചര്യങ്ങൾക്ക് അദ്ദേഹത്തിനെ വിധേയമാക്കി എന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ, ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡന്റുകൾ ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനായിട്ടുള്ള വകുപ്പുണ്ടായിട്ടും അതിനെതിരെ കുറേയധികം ആൾക്കാർ പരാതി പറഞ്ഞതിന് ശേഷവും പോലീസ് എന്താ ചെയ്തത്? നിയമോപദേശം തേടുന്നു. എന്നിട്ട് ആ നിയമോപദേശം വരുന്നത് എങ്ങനെയാണ്? താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഏത് വിഭാഗത്തിനെയാണ് ആക്ഷേപിച്ചത് എന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്തിനാണ്? ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് വെള്ളാപ്പള്ളി നടേശൻ അല്ല എന്ന് കരുതിക്കോ, ഇത് PC ജോർജ് തന്നെ ആയിരുന്നു പറഞ്ഞത് എന്ന് കരുതിക്കോളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിയമോപദേശം എടുക്കുമായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിനെതിരെ റെഡിലി കേസ് ചാർജ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഇവിടെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്ന എത്രയോ ലളിതമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ശ്രീ KT ജലീലിനെതിരെ എന്തോ മൊഴി കൊടുത്തു എന്നതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുത്ത പോലീസുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയിലെ ചില കാര്യങ്ങൾ നോക്കുക. അതായത് മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ പല ആൾക്കാർക്കും സ്വാതന്ത്ര്യമില്ല, സാമൂഹ്യ നീതിയില്ല, സ്വതന്ത്രമായ വായു അവിടെ ലഭിക്കുകയില്ല,
സ്വാതന്ത്ര്യം നേടിയതിൻ്റെ അവകാശങ്ങൾ അവിടെയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല തുടങ്ങിയ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതല്ലാതെ അദ്ദേഹത്തിന് കാര്യമായ വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയണമായിരുന്നു. ആ രീതിയിൽ പറയാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം പോലും അവിടെയുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്ക് ഒരു പ്രസ്താവന പറഞ്ഞാൽ അത് തീരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് പല നേതാക്കന്മാരും പിന്നീട് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നതും. പക്ഷേ ഇവിടെ പ്രകടമായിട്ട് നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിച്ചിരിക്കുന്ന നേതാക്കന്മാരോട് ചോദിക്കുന്ന സമയത്ത് അഴകുഴമ്പൻ നിലപാടാണ്. അതായത് ഒന്ന്, നിയമോപദേശം കിട്ടിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ കേസെടുക്കുന്നില്ല. രണ്ടാമത്, ശ്രീ എം.എ. ബേബി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ പോലും നവോത്ഥാന സമിതിയിൽ അദ്ദേഹം തുടരുമോ എന്നുള്ള ചോദ്യത്തിന് ബന്ധപ്പെട്ട ആൾക്കാർ ഉചിതമായ തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ സജി ചെറിയാൻ തന്നെ പറയുന്നത് എന്തൊക്കെയാണ്? വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയതുകൊണ്ട് രാഷ്ട്രവിരുദ്ധത ഉണ്ടാകുന്നില്ല. അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വ്യാപകമായി ചിത്രീകരിക്കപ്പെടുന്നത് പോലെ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് പോലെ അങ്ങനെ ഒരു പ്രസ്താവന ഒരാൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അവിടെ പോകുന്നത് കൊണ്ട് താൻ ആൻറ്റി നാഷണൽ ആകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രവിരുദ്ധത ഉണ്ടാകുന്നില്ല, നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയെ നാട്ടുകാർക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതിൽ മറ്റ് അർത്ഥം കാണേണ്ടതില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതെ, ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ്. വെള്ളാപ്പള്ളി ആരാണെന്നും അദ്ദേഹത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ തൊടാൻ സംസ്ഥാന സർക്കാർ ഇത്തിരി പുളിക്കും. അതേപോലെയുള്ള പുളിപ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുമുണ്ട്. ഞാൻ ഏത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രതികരിച്ചിരിക്കുന്നു, യൂത്ത് ലീഗ് കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ മുസ്ലിം ലീഗും അതേപോലെ പ്രതികരിക്കാം, സാധ്യതയില്ലാതില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട PC ജോർജിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏതൊക്കെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്? ഞാൻ നെറ്റിലൊക്കെ നോക്കിയ സമയത്ത് AP അനിൽകുമാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹത്തിൻ്റെതല്ലാതെ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ആരുടെയും പ്രസ്താവന ഞാൻ ഇതിൽ കാണുന്നില്ല. മലപ്പുറത്തെ നേതാക്കളല്ലാതെ പ്രസ്താവന നടത്തിയിട്ടില്ല. ഷാക്കിർ, അത് ശരിയുമാണ് കേട്ടോ. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊന്നും അങ്ങനെ ഒരു ശക്തമായിട്ടൊരു നിലപാട് വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്തിട്ടില്ല എന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ചേർത്തലയിൽ വെള്ളിയാഴ്ചത്തെ പരിപാടിയിൽ ശരിക്കും കോൺഗ്രസ് നേതാക്കളെ വിളിച്ചിരുന്നതാണെന്നാണ് അറിയുന്നത്. പക്ഷേ AICC സമ്മേളനം അഹമ്മദാബാദിൽ നടക്കുന്നത് കൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ.